എപ്പോഴും ബാറ്ററി ഊരി വയ്ക്കലാണ് എപ്പോഴും നല്ലത്. നമ്മൾ ഇത് നെയിലറൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഇത് നീട്ടം കുറവാണ്. ഈ ആണിക്ക് കുറച്ച് നീട്ടം കുറവാണ്. അപ്പോൾ കൂടിയത് നീട്ടമുള്ളത് കുറച്ച് വലുപ്പത്തിൻ്റെ വ്യത്യാസമുണ്ട്. ഈ ബാറ്ററി ഇടണം, അല്ലെങ്കിൽ വളരെ സൂക്ഷിക്കണം. ബാറ്ററി എങ്ങാനും നമ്മൾ ഞെക്കി അറിയാതെ കയ്യിലോ ഒക്കെ ഭയങ്കര അപകടകാരിയാണ്. ഓക്കെ, ഓ വലിയ മെച്ചമൊന്നുമില്ല, ഇതെല്ലാം ഊരിപ്പൂരുവാണല്ലോ. കുറച്ച് കൂടുതലും കടിച്ചു വെച്ചേക്കാം. ഇവിടെ രണ്ട് ഈ സ്വിച്ചും ഞെക്കണം, ഈ സ്വിച്ചും ഞെക്കണം എനിക്ക് തോന്നണേ. പിന്നെ അത് ഞാനിപ്പോൾ ഒരു സ്വിച്ച് മാത്രം ഞെക്കണം വിചാരിച്ചു. രണ്ട് സ്വിച്ചിലും ഒരു സ്വിച്ച് ആയാലും മതി. ഏകദേശം എല്ലാം ശരിയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഓക്കെ, ഇതാണ് നെയിലർ. വളരെ സൂക്ഷിക്കണം. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ബാറ്ററി ഊരി മാറ്റി വെക്കണം. ഇതാണ് എപ്പോഴും നല്ലത്. എപ്പോഴാണ് എവിടെ നിന്നാണ് നമ്മളറിയാതെ കൈ ഞെക്കുവോ ഇങ്ങനെ പിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഇടയ്ക്ക് ആണിയെങ്ങാനും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറായിരിക്കും. നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തി കയറി കഴിഞ്ഞാൽ ബാറ്ററി ഊരി വെക്കണം. പിള്ളേരെടുത്ത് കളിച്ചാൽ പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ എടുത്ത് അപ്പം മാറ്റി വെച്ചേക്കുക. ഈ ആണിയുടെ സൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ. 18 kg ബ്രാഡ് നെയിലറാണിത്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ 18 kg എന്ന് എഴുതിയിട്ടുണ്ട്. എവിടെയോ എഴുതിയിട്ടുണ്ടോ? അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. ഫസ്റ്റ് നമ്മൾ 18 kg എന്ന് എഴുതിയിട്ടുണ്ട്. 18 kg അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 18 kg എന്നതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. 3/4 ഇഞ്ചാണ്. 3/4 ഇഞ്ച് നെയിൽ ഇൻഡോർ യൂസ് 1000 എണ്ണം ഉണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ അകത്ത്. ഡിവാൾട്ടിൻ്റെ നെയിൽ. ഓക്കെ, ഇതൊക്കെ ഒരുമിച്ച് സ്ഥലത്ത് വയ്ക്കാം. അതങ്ങനെയാണൊരു രീതി. അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനം നോക്കുമ്പോൾ പിന്നെ കാണില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കറക്റ്റ് സ്ഥലത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഇത് അടയ്ക്കാനും മറക്കരുത്. അല്ലെങ്കിൽ എല്ലാം കൂടെ മറിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. ഇത് നെയിലറിനൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഭദ്രമായിട്ട് വെക്കുക. അരിച്ചാക്കിലാണ് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. കിച്ചൺ ട്രഷർ പാലക്കാട് മട്ട റൈസിൻ്റെ ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. ജിക്സ് ഓടിയൊന്നും ആവശ്യമില്ല, വേറെ ടൂളിൻ്റെ ആവശ്യം ഉടനെ വരുന്നു തോന്നുന്നു.
അടുത്ത പരിപാടി ഇതുവരെ ചെയ്യാത്ത പരിപാടിയാണിത്. ഈ സാൻഡർ ഒന്ന് ഓണാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ഇതും അത് ബാറ്ററിയിൽ ഓടുന്ന സാൻഡറാണത്. ഇത് ഇവിടെ വച്ചേക്കാം. എല്ലാം അതേപോലെ ഭദ്രമായിട്ട് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുന്നതിനാണ് പണി കാര്യമായിട്ട് നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് മാസ്ക് വെച്ചേക്കാം. മാസ്ക് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. തടിയുടെ തടിയാണ് സാൻഡ് ചെയ്യാൻ പോകുന്നത്. മാസ്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സാൻഡ് ചെയ്യാൻ പോകുന്നത്. നോക്കാം എങ്ങനെ ഉണ്ടാകുന്നു. ഇത് നമ്പറിൻ്റെ എണ്ണം അനുസരിച്ച് നമ്പറിൻ്റെ എണ്ണം കുറയുമ്പോൾ അത്രയും ഹാർഡായിരിക്കും. ഇത് P80 ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം 240 ആദ്യം അറിയില്ലല്ലോ തമ്മിലുള്ള വ്യത്യാസം. Not recommended for floor. ഇതിനകത്ത്
Bye.